ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് 1 കപ്പ് റാഗിപ്പൊടിയാണ്. ഒപ്പം തന്നെ 2 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് നനച്ചെടുക്കുകയും കൂടെ ചെയ്യാം. നമ്മൾ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ ഇത് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് തന്നെയാണ്. പാല് തന്നെ വേണമെന്നില്ല കേട്ടോ, ഇതിന് പകരം വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പാലാകുമ്പോൾ ഒന്നുകൂടെ നല്ലതായിരിക്കും. അതുപോലെ ആദ്യമേ നമ്മൾ ഒരുപാട് പാലൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് നനച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പാലൊക്കെ കൂടിപ്പോകാനായിട്ടുള്ള ചാൻസൊക്കെ ഉണ്ട്. കുറേശ്ശെ പാലൊഴിച്ചിട്ട് നനച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്കിത് നന്നായിട്ട് നനഞ്ഞ് കിട്ടാനായിട്ട് 3.5 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ വേണ്ടി വന്നത്. നനച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കാം. അതിനുശേഷം ഈ പൊടി തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പഴയ പോലെ ആകണം പാകം. ഇനിയൊരു 10 മിനിറ്റ് നേരം ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റാഗിപ്പൊടിയൊക്കെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1-2 പ്രാവശ്യം ഇത് പൾസ് ചെയ്തിട്ട് കൂടെ എടുക്കാം. നമ്മുടെ ഈ റാഗിപ്പൊടിയിൽ കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ടാവും. അത് പോവാനായിട്ടാണ് നമ്മളിതാ ഇതുപോലൊന്ന് മിക്സിയിൽ കൂടെ കറക്കിയിട്ടെടുക്കണത്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് ബദാം പിസിനാണ്. ഇതിന് ബദാം ഗം, എഡിബിൾ ഗം എന്നൊക്കെ പറയാറുണ്ട്. ഇത് ബദാം മരത്തിൽ നിന്ന് വരുന്ന കറയില്ലേ, അതാണ്. ഇതിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇപ്പോഴൊക്കെ നല്ല ചൂടല്ലേ, ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇത് കഴിക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ബോഡീനെ തണുപ്പിച്ച് വെക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണ അമ്മമാരും ഇത് കഴിക്കണത് ഒത്തിരി നല്ലതാണ്. ഇതിൽ ധാരാളം കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോൺസിനെ സ്ട്രോങ് ആക്കി വെക്കാനും ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞിനും ഇതിൻ്റെ ഗുണം കിട്ടുമല്ലോ. ഇതുമാത്രമല്ല, കൊളസ്ട്രോൾ കുറയ്ക്കാനും അസിഡിറ്റി പ്രോബ്ലംസിനും ഇത് ബെസ്റ്റ് തന്നെയാണ്. ഇനിയും ഒത്തിരി നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബദാം പിസിന്. ഇത് നമുക്ക് ഓൺലൈനായിട്ടും മിക്ക സൂപ്പർ മാർക്കറ്റിലും തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു കുഞ്ഞ് സംശയം ഉണ്ടാവും, ഇത് പശയല്ലേ, നമ്മുടെ വായിലൊക്കെ ആകെ ഒട്ടിപ്പിടിക്കുമെന്ന്. ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ബദാം പിസിനൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തുകൂടെ എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിതാ നമ്മുടെ നെയ്യൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ ബദാം പിസിൻ കൂടെ ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുന്നതിന് കഴിഞ്ഞും ഏറ്റവും നല്ലത് 2-3 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുന്നതാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ടോ, ഇതുപോലെ നല്ലപോലെ വീർത്ത് വരും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് മുഴുവനും വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും കൂടെ ചെയ്യാം. നമ്മൾ കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കുന്നതിന് കഴിഞ്ഞും ഒന്നും കൂടെ നല്ലത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇടികൾ ഉണ്ടാവില്ലേ, ഇത് വെച്ചിട്ട് പൊടിക്കണതാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകാതെ നോക്കണേ. കണ്ടോ, ഇതുപോലെ തരിതരിയായിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത്. ഇതിനിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ഒരു ബദാം പീസിനൊക്കെ വറുത്തെടുത്ത പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യുടെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ഇനി 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈ സമയം ഈ തേങ്ങയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറുത്ത എള്ളും ബദാമും പിസ്തയും പിന്നെ കുറച്ച് കശുവണ്ടിയുമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മൾ ഈ ചേർക്കണ നട്ട്സിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് റാഗി ലഡു ആണേ. പൊതുവേ നമുക്ക് എല്ലാവർക്കും തന്നെ റാഗിപ്പൊടിയുടെ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമായിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല മടിയായിരിക്കില്ലേ. പക്ഷേ നമ്മുടെ ഈ ഒരു റാഗി ലഡുവിന് ആ ഒരു റാഗിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റൊന്നും ഒട്ടും തന്നെ ഉണ്ടാവില്ല. കഴിക്കാനായിട്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണേ. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ തേങ്ങയും നട്ട്സും ഒക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ലഡു കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും.
ഇപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് ഇതേ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റാഗിപ്പൊടിയില്ലേ, അതാണേ. ഇതും ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ എന്തിനാണ് റാഗിപ്പൊടിയൊക്കെ നനച്ചിട്ടെടുത്ത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ പോരെയെന്ന്. നമ്മുടെ റാഗിപ്പൊടിയൊക്കെ തരിതരിയായിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മളിത് നനച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ലഡു തയ്യാറാക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഒരുപാട് നട്ട്സും അതുപോലെ തന്നെ ബദാം പീസിനും ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പകരമായിട്ട് നമ്മൾ തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, അന്നേരം കുറച്ച് കൂടുതൽ തേങ്ങ റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ നെയ്യ് ചേർക്കാനും ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതാ നമ്മുടെ റാഗി ലഡു ഇതുപോലെ തയ്യാറാക്കിയാലും കഴിക്കാനായിട്ട് നല്ല രസമുണ്ടാവും. 15 മിനിറ്റ് നേരം ഇതായി റാഗിപ്പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. 10 മിനിറ്റൊക്കെ ആകണ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഞാനിത് ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടിപ്പോൾ 15 മിനിറ്റായി. ഇതാ കണ്ടോ, ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതാ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആൽമണ്ട് പീസിനില്ലേ, ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന നട്ട്സിൻ്റെയും തേങ്ങയുടെയും മിക്സില്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. കൂടെ തന്നെ നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന റാഗിപ്പൊടിയില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ലഡുവിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർക്കണത്. ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചേർത്തിയത്. നിങ്ങളെടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാനിയാക്കിയ ശേഷം അരിച്ചിട്ട് ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് നനച്ചിട്ടെടുക്കാം. പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒത്തിരി കൂടി പോകരുതേ. നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് പാൽ മാത്രം ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കപ്പലണ്ടി പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനെ കടല, നിലക്കടല എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ ഈ കപ്പലണ്ടി ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. നമ്മുടെ ഈ ഒരു കപ്പലണ്ടി പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു ലഡു തയ്യാറാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണേ. കപ്പലണ്ടിയിൽ ധാരാളം പ്രോട്ടീൻ, മഗ്നീഷ്യം, ഫൈബർ കണ്ടൻറ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കണത് നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ ഒത്തിരി കഴിക്കണത് ഒട്ടും തന്നെ നമുക്ക് നല്ലതല്ല. മിതമായിട്ടുള്ള അളവിൽ കഴിക്കണമെന്ന് മാത്രം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമ്മൾ ഒത്തിരി സമയം ആ ഒരു റാഗിപ്പൊടിയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണതുകൊണ്ട് തന്നെ ആ ഒരു റാഗിപ്പൊടിയുടെ ഒരു ടേസ്റ്റും തന്നെ നമ്മുടെ ഈ ഒരു ലഡുവിനുണ്ടാവില്ല. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണല്ലോ. നമ്മളെല്ലാവരും തന്നെ ഇത് കഴിക്കണത് ഒത്തിരി നല്ലതാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും പാല് കൊടുക്കണ അമ്മമാരും ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്